എല്ലാവർക്കും ലതാസ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഞാനിന്ന് വന്നിട്ടുള്ളത് ആന്തോറിയം ക്രിസ്ത്യാനിയത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആന്തോറിയം ക്രിസ്ത്യാനിയത്തിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാൻ പറ്റാറില്ല കുറച്ച് നാളായിട്ട്. കാരണം എന്താണെങ്കിൽ ആദ്യം നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർ ഇങ്ങനെ തൈകളായോ എന്ന് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആയ തൈകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറേ തൈകളായിട്ട്. ഇപ്പോൾ ആദ്യത്തെ പ്ലാന്റ്സ് മദർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ച് കിഴങ്ങൊക്കെ കുറേ ചട്ടികളിലൊക്കെ വെച്ച് ഇപ്പോൾ ഇത്തിരി തൈകൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള ഈ പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളതല്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള മദർ പ്ലാന്റ്സ് ആണ്. ഇതിലിങ്ങനെയാണ് ഉണ്ടാവുക ഇലകളൊക്കെ എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. ഈ ഒരു തയ്യിൽ 4-5 ഇലകളായിട്ടാണ് ഇത് വലിയതായിട്ട് നിൽക്കുക. അപ്പം നമ്മൾക്ക് പിന്നെ അത് വേഗം മാറ്റി വയ്ക്കാം. ഇത് ഇലകൾ തണ്ടോട് കൂടി വെട്ടി വെച്ചിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇതിൻ്റെ കിഴങ്ങും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്ക് 4 എണ്ണ, അത് ഇലയ്ക്കനുസരിച്ചിരിക്കും. ചിലതിന് 4 ഇല, ചിലതിന് 5, അതിലും കൂടുതൽ ഒരു ചട്ടിയിൽ നിർത്താൻ പറ്റില്ല, അപ്പോഴേക്കും വലിയതാവും. ഇതിപ്പോൾ നമുക്ക് സെയിലിനുള്ള ഒരു തൈയാണ് കേട്ടോ. 2 ഇല ഉള്ള ഒരു തൈയാണിത്. ഈ വലിയ ഇല നമുക്ക് സെയിലിനുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ ഇലയിൽ നിന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന്. ഇനിയിപ്പോൾ ഈ ഇല ഇതൊക്കെ വാടി കരിഞ്ഞ് ചീഞ്ഞു പോവും. ഇനി ഒന്നും ഉണ്ടാവില്ല. ആ ഇലയുടെ ഒരു ചെറിയ കുറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും അത് പോയിന്ന്, പക്ഷേ പോയി ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള തൈ പൊട്ടിമുളച്ച് വരും. അത് ചിലപ്പോൾ 2 ഇല അല്ലെങ്കിൽ 1 ഇല അങ്ങനെയായിട്ടാണ് വരിക. പക്ഷേ 6-7 മാസം കഴിയും നമുക്ക് അതിൽ നിന്ന് ഒരു തൈ കിട്ടാൻ. കുറേ താമസമാണ്. ഇതും ഇപ്പോൾ വേറൊരു തൈയാണ്. ഇതിനും ഇപ്പോൾ 2 ഇലയായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് വേറൊരു തൈയാണ്. ഇങ്ങനെയായിട്ടാണ് ഇത് നമുക്ക് കിട്ടുക. പക്ഷെ കുറച്ച് താമസം ഉണ്ട് ഇട്ടത് തൈകളുണ്ടായി കിട്ടാൻ. അതുകൊണ്ടാണ് വീഡിയോ കുറേ വൈകിയത് തന്നെ ഇങ്ങനെ തൈകൾ കിട്ടാൻ. ഇതിപ്പോൾ ഒരൊറ്റ ഇലയേ ഉള്ളൂ കേട്ടോ. അടിയിൽ വേറെ വരുന്നുണ്ട്. ഇത് വലിയ ഇലയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വലുതാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു ഇല വരുന്നുണ്ട്. കാണിക്കാനായിട്ടില്ല, എന്നാലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ചെടി മേടിച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ഒരുപാട് തൈകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. കാര്യമായിട്ടുള്ള ഒരു അസുഖങ്ങളൊന്നുമില്ല. വലിയൊരു പരിചരണവും ഇതിന് വേണ്ട. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ ഇല ഇതാ വരുന്നത്. ഇത് ഞാൻ കാണിക്കാൻ ശ്രമിക്കുക പറഞ്ഞല്ലോ. വരുന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ഇലയാവുമല്ലോ. അങ്ങനെ കാര്യമായിട്ടുള്ള വലിയൊരു പരിചരണമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വീടിന് നല്ല അലങ്കാരമായിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ഇലയ്ക്ക് 30 ഇഞ്ച് വരെ വലിപ്പം വരും കേട്ടോ. അപ്പം നമുക്കിത് ഉയരത്തിൽ വെക്കാൻ പറ്റില്ല. ഉയരത്തിൽ വെച്ചാൽ കീറിപ്പോവും കാറ്റിനാടുമ്പോൾ. അപ്പം നമ്മളിത് താഴത്ത് വെച്ചാൽ അങ്ങനെ വലിയ ഇലയായിട്ട് നിൽക്കും. ഇതിന് മെയിനായിട്ട് നമ്മൾ ഉണക്ക ചാണകത്തിൻ്റെ പൊടിയാണ് വളമായിട്ട് ഇടുന്നത്. പിന്നെ തണൽ വേണം, വെയിലത്ത് വെക്കാൻ പറ്റില്ല, അപ്പോൾ ഇല വാടും. കണ്ടില്ലേ, പല പല സ്ഥലത്തായിട്ട് നമ്മൾക്ക് കുറച്ച് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു വില എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പ്ലാന്റ്സൊക്കെ ഓരോരോ വലിപ്പമാണ്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ പറയുകയാണെങ്കിൽ ആ പ്ലാന്റ്സിനനുസരിച്ച് ഞാൻ പറയാം. ഈ ആന്തോറിയത്തിന് കുറച്ച് വെള്ളമേ ഒഴിക്കേണ്ടുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചതുരപ്പയറാണ് കേട്ടോ. ഇതിൻ്റെ വിത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ വിത്തുകൾ എൻ്റെ അടുത്തുണ്ട്. ആദ്യത്തെ സെയിൽ വീഡിയോയിലെ വിത്തുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കിട്ടാത്ത കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 15 എണ്ണത്തിന് 50 രൂപയാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ.